अस्सलामु अलैकुम वरहमतुल्लाहि वबरकातुहू। इन्नल हम्दुलिल्लाहि सुब्हानहु व तआला व सलवातुर रहमानि अलन नबिय्यिल मुस्तफ़ा। अऊज़ु बिल्लाहि मिनश शैतानिर रजीम। बिस्मिल्लाहिर रहमानिर रहीम। यख़्लुक़ुकुम फ़ी बुतूनि उम्महातिकुम ख़ल्क़म मिन बअदि ख़ल्क़िन फ़ी ज़ुलुमातिन सलासिन ज़ालिकुमुल्लाहु रब्बुकुम लहुल मुल्कु ला इलाहा इल्ला हुवा फ़अन्ना तुस्रफ़ून। റൈറ്റ്സ് ഓഫ് വുമൻ ഇൻ ഇസ്ലാം എന്ന വിഷയത്തെ ആസ്പദമാക്കിക്കൊണ്ട് ഈ ലോക വനിതാ ദിനത്തിൽ ഇവിടെ നാം ഒരുമിച്ച് കൂടിയത് നമ്മുടേതായിട്ടുള്ളൊരു ഇടം ഇവിടെ അടയാളപ്പെടുത്തുവാനും അതനുസരിച്ച് ജീവിതം മുന്നോട്ട് പോകുവാനും ഈ വർത്തമാനകാല സാഹചര്യത്തിൽ സ്ത്രീത്വം എന്താണ് അന്വേഷിക്കുന്നത് എന്നും എത്രത്തോളം അവളുടെ ദൈവം തമ്പുരാനും മതഗ്രന്ഥവും അനുവദിച്ചു കൊടുക്കുന്നുണ്ട് എന്നതിനെക്കുറിച്ച് ചർച്ച ചെയ്യുന്ന ഒരു മഹത്തായ വേദിയിലേക്കാണ് നമ്മളേവരും എത്തിച്ചേർന്നിട്ടുള്ളത്. മഹൽ വ്യക്തിത്വങ്ങൾ, ചരിത്രത്തിൽ തന്നെ ഇടം പിടിച്ചിട്ടുള്ള മഹത്തായ വനിതകളാണ് നമ്മളിവിടെ ക്ഷണിച്ച് നമുക്ക് നിർദ്ദേശങ്ങൾ തരുവാൻ വേണ്ടി അണിനിരത്തിയിട്ടുള്ളത്. ഇസ്ലാമിലെ സ്ത്രീയുടെ അവകാശങ്ങളെക്കുറിച്ച് വിവിധ വിഷയങ്ങളെ വിവിധ പോയിൻ്റുകളിൽ നിന്നുകൊണ്ട് സംസാരിക്കുവാൻ പ്രാപ്തരായ സ്ത്രീ രത്നങ്ങളെയാണ് നമ്മളിവിടെ ക്ഷണിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള ആളുകളും അതാത് നാട്ടിലെ സവിശേഷ പ്രതിനിധികളായിട്ടാണ് ഇവിടെ വന്നിട്ടുള്ളത്. ഉത്ബുദ്ധരായ ഒരു സദസ്സും അതിലേറെ വിശിഷ്യ ആർജവം നേടിയിട്ടുള്ള ഒരു അധ്യക്ഷവേദിയുമാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് നമ്മുടെ ഉദ്ഘാടന കർമ്മവും മറ്റും നിർവഹിക്കേണ്ടതുണ്ട്. പരിശുദ്ധ ഖുർആൻ ഉടനീളം സ്ത്രീയെന്നോ പുരുഷനെന്നോ വ്യത്യാസം കൽപ്പിക്കാതെയാണ് മനുഷ്യരാശിയോട് മാനവരാശിയോട് സംവദിക്കുന്നത്. ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം എല്ലാ ആരാധനാ കർമ്മങ്ങളും അനുഷ്ഠാനങ്ങളും എല്ലാ അവകാശങ്ങളും ഏവർക്കും ഒരുപോലെ തന്നെ അനുവദിക്കപ്പെട്ടതുമാണ്. ഒട്ടേറെ പ്രതിസന്ധികളും ഒരുപാട് എതിർപ്പുകളും കാലാകാലങ്ങളിലായി ഇസ്ലാമിൻ്റെ നേരെ വാളോങ്ങാറുണ്ട്, പ്രത്യേകിച്ചും സ്ത്രീ വിഷയത്തിൽ. അത്ഭുതമെന്ന് പറയട്ടെ, ഒട്ടും അറിവില്ലായ്മ നടിക്കുന്ന ഒരു സമൂഹത്തിൻ്റെ ഇടയിലേക്കായിരിക്കും ഒരുപക്ഷെ ഇത്തരത്തിലുള്ള വാദങ്ങൾ എത്തിപ്പെടുക. അതുകൊണ്ട് തന്നെ ഇസ്ലാമിനെ ഈ വിഷയത്തിൽ പ്രത്യേകമായിട്ടും കരിവാരിത്തേക്കാൻ പല കാലത്തും ലോകത്തിലെ സമൂഹങ്ങളൊക്കെ ശ്രമിച്ചിട്ടുണ്ട്. പക്ഷേ അജയ്യമായി നിലനിൽക്കുന്നത് പരിശുദ്ധ ഖുർആനിൻ്റെ ആ അധ്യാപനങ്ങൾ നിലനിൽക്കുമെന്നും അക്കാലത്ത് തന്നെ ഇസ്ലാം തുടക്കത്തിൽ തന്നെ നല്ലൊരു സമൂഹം വനിതകളടങ്ങുന്ന ഒരു മഹൽ സമൂഹം ഈ ഖുർആൻ അനുസരിച്ച് ജീവിതം കാഴ്ചവെക്കുകയും ചരിത്രത്തിൽ സ്ഥാനം പിടിക്കുകയും ചെയ്തിട്ടുള്ളത് എന്നാണ് ഈ വിഷയത്തിൽ നമുക്ക് സന്തോഷമേകുന്നത്. സൂറത്തുൽ ബഖറയിൽ പല കാര്യത്തിലും തടസ്സങ്ങൾ ഉന്നയിക്കുകയും എതിർക്കുകയും വാദപ്രതിവാദങ്ങൾ നടക്കുകയും പല സൂക്തങ്ങളുമുണ്ട്. എന്നാൽ നമ്മുടെ എതിരാളികൾ അല്ലെങ്കിൽ ചർച്ച ചെയ്യുന്നവർ കാണേണ്ട ഒരിതാണ് വലഹുന്ന മിസ്ലുല്ലദി അലൈഹിന്ന, കടമകൾ അതുപോലെ തന്നെ അവകാശങ്ങളുണ്ട്. വളരെ ചുരുക്കി സംക്ഷിപ്തമായി ഒരുപാട് ആശയങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് പരിശുദ്ധ ഖുർആൻ അങ്ങനെ പറയുന്നത്. അതുപോലെ തന്നെ ധാരാളം യുദ്ധങ്ങളിൽ ഇതെല്ലാം ഇവിടെ വിശദീകരിക്കാനുള്ളതാണ്. പക്ഷേ ഇസ്ലാം എന്ന കാതലായ സംഗതി നമ്മളെ എത്രമാത്രം ഉയർത്തിയിട്ടുണ്ട് എന്നൊരു സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് കടക്കുന്നതാണ്. വലഖദ് കറംനാ ബനി ആദം,
മനുഷ്യനെ നാം ആദരിച്ചിരിക്കുന്നത് ആദമിനെ മാത്രമല്ല മനുഷ്യൻ എന്ന് പറയുക ഹവ്വയും കൂടിയാണ്. ആദമിൻ്റെ ചരിത്രം എവിടത്തോളം തുടരുന്നുണ്ടോ അതുപോലെ തന്നെ ഹവ്വയുടെ ചരിത്രവും ഈ ലോകത്ത് തുടരുക തന്നെ ചെയ്യും. അതുകൊണ്ട് ഇസ്ലാമിൽ ഒരു കാര്യത്തെപ്പറ്റിയും പരാമർശിച്ചിട്ടില്ല. ഇസ്ലാമിൽ സ്ത്രീകൾക്ക് യാതൊരു പ്രയാസവും ഉണ്ടില്ല. അത് നെഞ്ചേറ്റി അതിവിടെ കാണിച്ചു കൊടുത്തിട്ടാണ് ഒരു നല്ല തലമുറ കഴിഞ്ഞു പോയിട്ടുള്ളത്. നമ്മൾ ഇന്നും അവരെ ചർച്ചയ്ക്ക് വിധേയമാക്കിക്കൊണ്ടിരിക്കുന്നു. സഹാബ വനിതകളും അതുപോലെ തന്നെ അവരെ തുടർന്നിട്ടുള്ള മഹത്തുക്കളായ വനിതകളും ആധുനിക കാലഘട്ടത്തിലെ വനിതകളും പിന്നെ വിദഗ്ധരുമൊക്കെ ഈ പാത പിന്തുടർന്നിട്ട് ഇന്നുമുണ്ട്. പല ഉദാഹരണങ്ങളിൽ ഇടകലരുക എന്നൊക്കെ ചിലപ്പോൾ ഇതാരും വിഷയത്തിലേക്ക് വരാൻ വേണ്ടിയിട്ടല്ല, നമ്മൾ ചെറിയ സൂചനകൾ തരികയാണ്. അത് ഇവരുടെ വിഷയമായിട്ട് ബന്ധം ഒരുപക്ഷെ ഉണ്ടായിക്കൊള്ളുന്നില്ല. യൂറോപ്യൻ നാടുകളിൽ നമ്മുടെ അക്കാദമിഷ്യന്മാർ, മുസ്ലിം അക്കാദമിഷ്യന്മാർ പോയി കാണാൻ വേണ്ടി സർവകലാശാലയിൽ പോകുമ്പോൾ അവിടെയൊക്കെ അമേരിക്കയിലും യൂറോപ്പിലുമൊക്കെ ഇടകലർത്താതെ ഇരിക്കുന്നു. എന്താണെന്ന് ചോദിച്ചപ്പോൾ അതുകൊണ്ട് ധാരാളം ബുദ്ധിമുട്ട് ഞങ്ങൾ അനുഭവിച്ചത് കൊണ്ടാണ് പ്രത്യേകം ഇരിക്കുന്നത്. അതുപോലെ തന്നെ തലയിൽ ഈ ഹിജാബൊക്കെ ധരിച്ചുകൊണ്ട് ഒരു യൂണിവേഴ്സിറ്റി വിദ്യാർത്ഥിനിയോട് ഒരു പത്രപ്രവർത്തകൻ ചോദിക്കുന്നുണ്ട്, ഈ കഠിനമായ ചൂടിലും ഇതൊക്കെ നിങ്ങൾ എങ്ങനെ ക്ഷമിക്കുന്നു? അപ്പോൾ ആ കുട്ടി ഓതുന്നത് ഇതിനേക്കാൾ കഠിനമാണ് നരകത്തിലെത്തി. ഒരൊറ്റ വാചകം കൊണ്ട് ആ കുട്ടി മറുപടി പറയുകയാണ്. അതുപോലെ തന്നെ സൈദാവി എന്ന് പറഞ്ഞ വനിത ധാരാളം അവളുടെ ജീവിതത്തിൽ മുഴുവനും ഹിജാബിനെതിരിലും ഒക്കെ ഇങ്ങനെ പ്രചരണം നടത്തിയിട്ട് അവസാനം അവർ ഹിജാബിൻ്റെ മഹത്വം ന്യൂയോർക്കിലെ തെരുവിലൂടെ നടക്കുകയും തിരിച്ചറിയുകയും പിന്നീട് അവരുടെ ജീവിത ശിഷ്ടകാലം ഇതിനുവേണ്ടി പ്രചരണത്തിലിറങ്ങുകയും ചെയ്യാറ്. ഇങ്ങനെ ഇസ്ലാമിൻ്റെ വിജയവും വെന്നിക്കൊടിയും പാറിച്ചിട്ടുള്ള ധാരാളം വനിതകളെ നമുക്ക് ഇവിടെ കാണാൻ കഴിയും. അതെല്ലാം നമ്മുടെ പ്രഗത്ഭരായ പ്രാസംഗികർ നമുക്ക് പറഞ്ഞു തരും. ഇവിടെ നമുക്ക് ഉദ്ഘാടനത്തിന് വേണ്ടിയിട്ടുള്ള എത്തിയിട്ടുള്ള നമ്മുടെ ധീരവനിതയെ ഡോക്ടർ കെ പി സുധീരയാണ്. അവരെ പരിചയപ്പെടുത്താതിരിക്കാൻ നിർവാഹമില്ല. നർഗീസ് ടീച്ചർക്ക് വിട്ടുകൊടുത്തുകൊണ്ട് തന്നെ ഏതാനും ചില കാര്യങ്ങൾ പറയുകയാണ്. ഒരു സ്ത്രീ എന്ന നിലയ്ക്ക് തൻ്റെ അടയാളപ്പെടുത്തൽ സാഹിത്യരചനയിലും കുടുംബജീവിതത്തിലും സാമൂഹ്യ പ്രവർത്തനത്തിലും എല്ലാം ഉത്തമ മാതൃകകളായിട്ട് നമുക്ക് ധാരാളം സഹാബി വനിതകളെയും ആയിഷ ബീവിയെ പോലെയുള്ള മറിയമിനെ പോലെയുള്ള ആസിയെ പോലെയുള്ള മഹത് വനിതകൾ നമുക്ക് അടയാളപ്പെടുത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഇന്ന് ഈ കേരളത്തിൽ ജീവിച്ചു കൊണ്ടിരിക്കുന്ന നമ്മെപ്പോലെ തന്നെ ഒരു പച്ചയായ പെണ്ണായിട്ട് പോലും ഒരുപാട് കാര്യങ്ങൾ ഈ കേരളത്തിലെ വനിതകൾക്ക് വേണ്ടി സമർപ്പിച്ചിട്ടുള്ള മഹൽ വനിതയായ കെ പി സുധീര കഥ, കവിത, നോവൽ, ബാലസാഹിത്യം, ജീവചരിത്രം, വിവർത്തനം, യാത്രാവിവരണം, ഓർമ്മകൾ, അതുപോലെ ഒരുപാട് മേഖലകളിൽ കൈവെക്കുകയും അതിൽ ചിരപ്രതിഷ്ഠ നേടിയിട്ടുള്ള ഒരു വനിതയാണ്. ലളിതാംബിക അന്തർജനം അവാർഡ്, മാതൃഭൂമി ഗൃഹലക്ഷ്മി അവാർഡുകൾ, കേസരി ബാലകൃഷ്ണ അവാർഡ്, ഉറൂബ്, അരങ്ങ്, പിന്നെ അതുപോലെയുള്ള അവാർഡുകളും നേടുകയും ഹിന്ദി, തമിഴ് ഭാഷകളിൽ നിന്ന് ഭാഷാന്തരം ചെയ്യുകയും ചെയ്തിട്ടുള്ള, അങ്ങനെ മഹൽ സേവനം ചെയ്തിട്ടുള്ള, സാഹിത്യത്തിന് അമ്പാടും സേവനം ചെയ്തിട്ടുള്ള ഒരു വനിതയായി നമുക്കിടയിൽ പ്രശോഭിച്ച് നിൽക്കുന്ന ഈ ഉദ്ഘാടകയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അതുകൊണ്ട് ഞാൻ എൻ്റെ കർത്തവ്യത്തിൽ കടക്കുന്നു. ഈ സദസ്സിലേക്ക് സ്വാഗതം ആശംസിച്ച ശേഷം കടന്നു വന്നിട്ടുള്ള ആളുകളും മനസ്സിലാക്കേണ്ടത് നമ്മുടെ പ്രിയപ്പെട്ട ഉദ്ഘാടകയുടെ ഈ കർത്തവ്യത്തിന് വേണ്ടി, മഹത്തായ ഉദ്ഘാടന കർമ്മത്തിന് വേണ്ടി ക്ഷണിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾക്ക് വിരാമം പെടുന്നു. വആഖിറു കലാമി വനുത്തഖി അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.